ഒരു നിമിഷം എല്ലാവർക്കും സ്തംഭിച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. തൊട്ടടുത്ത് നിന്നവരുടെ കണ്ണുകളിലേക്ക് ഭീതിയോടെ നോക്കി നിൽക്കാനേ എല്ലാവർക്കും കഴിഞ്ഞുള്ളൂ. അടുത്ത നിമിഷം എവിടെ നിന്നോ കുറെ തോക്കുധാരികൾ പബ്ബിനുള്ളിലേക്ക് കടന്നുവന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവർ എല്ലാവരെയും വളഞ്ഞു. ആളുകൾ പരിഭ്രാന്തരായി ചുറ്റും നോക്കി. തോക്കുധാരികളിൽ ഒരാൾ ഉച്ചത്തിൽ എല്ലാവരോടും പുറത്തു പോകാൻ പറയുന്നുണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിൽ ഒരാൾ നിങ്ങളൊക്കെ ആരാണ് എന്ന് ചോദിച്ചെങ്കിലും അതിനുള്ള മറുപടി ആരിൽ നിന്നും കിട്ടിയില്ല. എല്ലാം നോക്കി നിന്ന താര ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. നടക്കുന്നത് ഒരു തീവ്രവാദ ആക്രമണമാണോ എന്ന് പോലും ആളുകൾ സംശയിച്ചു. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ. ഞാൻ നിങ്ങൾക്ക് 2 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ എല്ലാവരും പുറത്തു പോക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഒരാളും ഇവിടുന്ന് ജീവനോടെ പോകില്ല. അയാളുടെ ഭീഷണി കേട്ട് എല്ലാവരും ഭയന്നു. അടുത്ത നിമിഷം നിശ്ചലമായി നിന്നിരുന്ന പല കാലുകൾക്കും ജീവൻ വെച്ചു. ആളുകൾ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകാനുള്ള തിക്കും തിരക്കുമായി. ഇതേ സമയം താരയും സ്റ്റേജിൽ നിന്ന് ഓടിയിറങ്ങി ശ്വേതയുടെ അടുത്തേക്ക് ചെന്നു. അവൾ ഒരുവിധം ശ്വേതയുമായി പുറത്തേക്കിറങ്ങാൻ നോക്കി. പക്ഷെ അപ്പോഴേക്കും തോക്കുധാരികളിൽ ഒരാൾ അവരുടെ അടുത്തെത്തി അവരെ തടഞ്ഞിരുന്നു. അതിന് നിന്നോട് പോകാൻ ആരാ പറഞ്ഞത്? നീ ഇവിടെ നിൽക്ക്. അയാളുടെ മുന്നിൽ ഒരു നിമിഷം താരയും ശ്വേതയും നിശ്ചലരായി. അയാൾ ശ്വേതയ്ക്ക് നേരെ തിരിഞ്ഞു. നീ പൊക്കോ, ഇവൾ മാത്രം ഇവിടെ നിന്നാ മതി. താരയും ശ്വേതയും അയാൾ പറഞ്ഞത് കേട്ട് ഭീതിയോടെ പരസ്പരം നോക്കി. താനാണ് അവരുടെ ടാർഗറ്റ് എന്ന സത്യം താരയെ കൂടുതൽ ഭയപ്പെടുത്തി. ഒരിക്കൽ കൂടി അയാളുടെ ശബ്ദമുയർന്നു. പോകാനല്ലേ നിന്നോട് പറഞ്ഞത്? ശ്വേത താരയെ വിട്ട് യാന്ത്രികമായി പുറത്തേക്ക് നടന്നു. താരയുടെ കണ്ണുകൾ പോകരുതെന്ന് അവളെ നോക്കി കെഞ്ചിയെങ്കിലും ജീവനിലുള്ള ഭയം കൊണ്ടാകാം ശ്വേത അവിടെ നിന്നില്ല. അവൾ ആയാസപ്പെട്ട് പുറത്തേക്ക് നടന്നു. ഒടുക്കം ദേഹമാസകലം ഭയം കൊണ്ട് വിറച്ച് താര മാത്രമായി അവിടെ. നിങ്ങൾ ആരാ? എന്നെ എന്തിനാ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? വരണ്ടുണങ്ങിയ തൊണ്ടയിൽ നിന്ന് വാക്കുകൾ പുറത്തേക്കെത്തിക്കാൻ അവൾ നന്നേ പണിപ്പെട്ടിരുന്നു. എന്നാൽ ആരും തന്നെ അവൾക്ക് മറുപടി കൊടുത്തില്ല. തന്നെ എന്തിനാണ് ഇവർ പിടിച്ചു വച്ചിരിക്കുന്നത്? തനിക്ക് ഇന്നേ വരെ ആരുമായും ഒരു ശത്രുതയുമില്ല. അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. പിന്നെ എന്തിനാണിവർ തന്നെ? ഓരോ നിമിഷം കഴിയുന്തോറും അവളുടെ ഹൃദയമിടിപ്പിന്റെ വേഗം കൂടി വന്നു. ഉള്ളിൽ അവശേഷിച്ചിരുന്ന ധൈര്യം വാരിക്കൂട്ടി അവൾ ഒരിക്കൽ കൂടി അവരോട് ചോദിച്ചു. ഞാൻ ചോദിച്ചത് നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നുമില്ല. ഞാൻ പോവാ. ഇതും പറഞ്ഞ് താര മുന്നോട്ട് നീങ്ങി. പക്ഷേ അടുത്ത ചുവട് വയ്ക്കുന്നതിന് മുന്നേ തന്നെ അവളുടെ കൈത്തണ്ട ആരുടെയോ ബലമുള്ള കൈകളിൽ കുടുങ്ങി. അതുവരെ കരുതി വെച്ച ധൈര്യം ഒരു നിമിഷം കൊണ്ട് ഊർന്നു പോകുന്നതായി അവൾ അറിഞ്ഞു. ഭയം അവളുടെ കണ്ണുകളിലേക്ക് ഇരച്ചെത്തി. അത് കണ്ണുനീരായി കിനിഞ്ഞിറങ്ങി. താര കണ്ണുകൾ അടച്ചു. ഇനി എന്തും സംഭവിക്കാം. തന്റെ തൊട്ടു പിന്നിൽ മറ്റൊരാളെത്തിയത് അവൾ അറിഞ്ഞു. അയാളുടെ പതിഞ്ഞ ശബ്ദം അവളുടെ ചെവികളിലേക്കെത്തി. നീ എങ്ങോട്ടാടി പോകുന്നത്? എന്താ നിനക്കിത്ര ധൃതി? ആ ശബ്ദം കേട്ട് താര തന്റെ പിന്നിലായി വന്ന ആളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം അവളുടെ മുഖം വിളറി. തന്റെ കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. താൻ വീണു പോയേക്കുമോ എന്ന് അവൾ ഭയന്നു. എല്ലായിടത്തുനിന്നും ഓടിപ്പോകാൻ നീ മിടുക്കിയാണെന്ന് എനിക്കറിയാം. താര അയാൾക്ക് നേരെ നോക്കാനാവാതെ മുഖം കുനിച്ചു. താൻ ഭയന്നിരുന്ന ആ നിമിഷം അതിത്ര വേഗം വന്നെത്തുമെന്ന് അവൾ കരുതിയിരുന്നില്ല. കണ്ണീർ മൂടിയ കണ്ണുകളിലൂടെ അവൾ തന്റെ മുന്നിൽ നിന്ന ആ മനുഷ്യനെ ഒരു വട്ടം ഒന്ന് പാളി നോക്കി. നീല നിറമുള്ള കണ്ണുകളുള്ള സുന്ദരൻ. ഏതു പെൺകുട്ടിയും ഒരിക്കൽ അവനെ കണ്ടാൽ പിന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ അവനെ കണ്ടതു മുതൽ താര കൂടുതൽ പരിഭ്രാന്തയാവുകയാണ് ചെയ്തത്. അവൻ താരയെ അടിമുടിയൊന്ന് നോക്കി. അവന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു ചിരി വിടർന്നു. നിന്റെ ഹോബികളൊക്കെ വെറൈറ്റി ആണല്ലോടി. ഇതേതായാലും കളറായിട്ടുണ്ട്. അവന്റെ ആ നോട്ടം അവളെ അസ്വസ്ഥയാക്കി. അതിനു മറുപടി കൊടുക്കാൻ പറ്റിയ ഒരവസ്ഥയിലായിരുന്നില്ല അവൾ. തന്റെ ഭയം പരമാവധി ഉള്ളിൽ ഒളിപ്പിച്ച് അയാളുടെ പിടുത്തം വിടുവിക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷേ അതിനൊപ്പിച്ച് അയാളുടെ കൈകൾ കൂടുതൽ അവളിലേക്ക് അമർന്നു. താരയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി. അവളൊന്ന് കുതറി നോക്കി. പാതിരാത്രി കുട്ടിയുടുപ്പും വിട്ട് കണ്ടവന്റെയൊക്കെ കൂടെ അഴിഞ്ഞാടാൻ നിനക്കൊരു മടിയുമില്ല. അവർക്കൊക്കെ നിന്റെ എവിടെ വേണേലും നോക്കാം, പിടിക്കാം. നിനക്കതിനൊന്നും ഒരു കുഴപ്പമില്ല അല്ലടി? ലുക്ക് മിസ്റ്റർ, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. സോ ജസ്റ്റ് ലീവ് മൈ ഹാൻഡ് ആൻഡ് ലെറ്റ് മീ ഗോ.
ഓഹോ, അങ്ങനെയാണോ? കണ്ട ആമ്പിള്ളേരെ എല്ലാം വളയ്ക്കാൻ നടന്നിട്ട് ഇപ്പൊ ഞാനത് ചോദിച്ചപ്പോ നൺ ഓഫ് യുവർ ബിസിനസ് എന്ന്, അല്ലേ? കൊള്ളാം. അതെന്റെ ഇഷ്ടം. എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ? എന്റെ കയ്യിൽ നിന്ന് വിട്. നിനക്ക് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ എനിക്ക് ബന്ധമുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ താരയുടെ തല കുനിഞ്ഞു. അയാളുടെ കൈകൾ താരയുടെ കൈകളിൽ ഒരിക്കൽ കൂടി മുറുകി. നടക്കണേ ഇങ്ങോട്ട്. താരയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് അയാൾ പുറത്തെ വാതിലിനെ ലക്ഷ്യമാക്കി നടന്നു. എന്നെ വിട്, എന്നെ വിട്. എന്നെ വിട് എന്ന് പലതവണ പറഞ്ഞുകൊണ്ട് താര അയാളിൽ നിന്ന് കുതറിമാറാൻ വിഫല ശ്രമം നടത്തിക്കൊണ്ടുമിരുന്നു. പക്ഷേ അയാൾ അത് മൈൻഡ് ചെയ്തില്ല. പിടിച്ചു വലിച്ച് അയാൾ താരയെ പുറത്തേക്ക് കൊണ്ടുവന്നു. പുറത്ത് കറുത്ത വണ്ടികളും അതിനടുത്തായി കുറെ തോക്കുധാരികളും നിൽപ്പുണ്ടായിരുന്നു. കൂടി നിന്നവർക്കാർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പോഴും അറിവുണ്ടായിരുന്നില്ല. ആരാണിവർ? താരയെ അവർ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ബാക്കിയുള്ള എപ്പിസോഡുകൾ ഫ്രീ ആയി കേൾക്കുന്നതിനൊപ്പം റൊമാന്റിക് ക്രൈം ത്രില്ലറുകൾ അടങ്ങുന്ന മറ്റു പ്രീമിയം ഓഡിയോ സീരീസുകളും സൗജന്യമായി ആസ്വദിക്കാൻ ഉടൻ തന്നെ കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.